ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുമ്പോൾ പതറാത്ത വിശ്വാസത്തോടെ എങ്ങനെ മുന്നേറാം എന്ന് ജോഷുവയുടെ പുസ്തകത്തിലൂടെ നാം ഇന്ന് കണ്ടെത്തുന്നു. നമ്മുടെ ഹൃദയത്തിലെ ശൂന്യതയെ ദൈവവചനം കൊണ്ട് നിറയ്ക്കുവാനും ലോകത്തിന്റെ തടസ്സങ്ങളെ അതിജീവിക്കാനും ഈ ആത്മീയ യാത്ര നമ്മെ തീർച്ചയായും സഹായിക്കും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിശ്വാസിക്കും വലിയൊരു പ്രത്യാശയും കരുത്തുമാണ് ഈ വചനചിന്തകൾ നൽകുന്നത്. സത്യത്തിന്റെ ആത്മാവ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ജോഷുവയുടെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാനുള്ള ആത്മീയ യാത്രയുടെ തുടക്കമാണിത്. മോശയുടെ വിയോഗത്തിന് ശേഷം ജോഷുവയോട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ കർത്താവ് കൽപ്പിക്കുന്നു. ദൈവജനത്തിന്റെ ദാഹം ശമിപ്പിക്കാൻ ജോർദാൻ നദി പിളർക്കുന്ന അത്ഭുതം ഇവിടെ നാം കാണുന്നു. ലോകം നൽകുന്ന വഴിവിളക്കുകളല്ല, ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിന് ആധാരം. പിതാക്കന്മാരുടെ മനസ്സ് പഠിപ്പിക്കുന്നത് പോലെ ജോർദാൻ കടക്കൽ എന്നത് ജ്ഞാനസ്നാനത്തിന്റെ മുൻ രൂപമാണ്. ദൈവത്തോടുള്ള മനുഷ്യന്റെ ആന്തരിക ദാഹം ഈ വാഗ്ദാന ഭൂമിയിലേക്കുള്ള പ്രവേശനത്തിലൂടെ ഭാഗികമായി ശമിപ്പിക്കപ്പെടുന്നു. ജോഷുവയുടെ പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ. ജോർദാൻ കടന്നതിന്റെ സ്മാരകമായി 12 കല്ലുകൾ നാട്ടുന്നത് ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ ജനത പരിച്ഛേദനം വഴി തങ്ങളുടെ വിശുദ്ധി വീണ്ടെടുത്ത് പെസഹ ആഘോഷിക്കുന്നു. ജെറീക്കോയുടെ കോട്ടമതിലുകൾ തകരുന്നത് മനുഷ്യശക്തിയാലല്ല, പ്രത്യുത ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിലൂടെയാണ്. സഭാപിതാക്കന്മാർ ജെറീക്കോയുടെ പതനത്തെ ലോകത്തിന്റെ മോഹങ്ങളുടെ തകർച്ചയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്, ഉപമിക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് ലൗകികമായ കോട്ടകൾ തകരേണ്ടത് അനിവാര്യമാണെന്ന് ഈ അധ്യായഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വാഗ്ദാനം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിറവേറുന്ന നിമിഷമാണിത്. ജോഷുവയുടെ പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായ ഭാഗങ്ങളുടെ വിചിന്തനം. പാപം ദൈവാനുഗ്രഹത്തിന്റെ ഒഴുകിനെ തടയും എന്ന വലിയ പാഠമാണ് ആഖാന്റെ ലംഘനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന പട്ടണത്തിലെ പരാജയം ആത്മീയ ജീവിതത്തിലെ ജാഗ്രത കുറവിനെ സൂചിപ്പിക്കുന്നു. ഗിബെയോൻ നിവാസികളുടെ കപടതന്ത്രം മനുഷ്യബുദ്ധിയുടെ പരിമിതികളെയും ദൈവത്തിന്റെ ആലോചനയുടെ ആവശ്യകതയെയും കാണിക്കുന്നു. ലോകത്തിന്റെ പ്രലോഭനങ്ങൾ നമ്മെ ദൈവവചനത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആദിമസഭ ഈ ഭാഗങ്ങളെ പാപത്തിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടമായിട്ടാണ് കണ്ടിരുന്നത്. പശ്ചാത്താപത്തിലൂടെ മാത്രമേ ദൈവത്തിന്റെ സമാധാനം തിരികെ ലഭിക്കുകയുള്ളൂ എന്ന് തിരുസഭ നമ്മെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ജോഷുവ 10 മുതൽ 12 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ. കാനാൻ ദേശത്തെ രാജാക്കന്മാരെ ജോഷുവ തോൽപ്പിക്കുന്നതിലൂടെ സത്യദൈവത്തിന്റെ വിജയം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നു. ശത്രുക്കളുടെ മേൽ ദൈവം വലിയ കല്ലുകൾ വർഷിക്കുന്നതും സൂര്യൻ ജോഷുവയുടെ റിക്വസ്റ്റ് പ്രകാരം നിശ്ചലമാകുന്നതും അവിടുത്തെ പരമാധികാരത്തെ കാണിക്കുന്നു. മനുഷ്യഹൃദയത്തിലെ അസ്വസ്ഥതകളെ മാറ്റാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന സത്യം ഈ ഭാഗം വെളിപ്പെടുത്തുന്നു. പലപ്പോഴും സഭാപിതാക്കന്മാർ ജോഷുവയെ യേശുക്രിസ്തുവിന്റെ മുൻരൂപമായിട്ടാണ് ഈ വിജയങ്ങളിൽ ദർശിക്കുന്നത്. ലൗകിക സുഖങ്ങളിലെ ശൂന്യത തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ നിത്യതയിലേക്ക് നോക്കാൻ ഈ ഭാഗങ്ങൾ പ്രേരിപ്പിക്കുന്നു. ഓരോ വിജയവും ദൈവകൃപയുടെ ദാനമാണെന്ന് നാം വിനയത്തോടെ തിരിച്ചറിയണം. ജോഷുവ 13 മുതൽ 17 വരെയുള്ള അധ്യായ ഭാഗങ്ങളുടെ വിചിന്തനം. ദേശത്തിന്റെ വിഭജനം ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന അവകാശത്തിന്റെ ഉറപ്പാണ്. ഓരോ ഗോത്രത്തിനും അവരുടെ ഓഹരി ലഭിക്കുന്നത് സ്വർഗീയ ഭവനത്തിലെ നമ്മുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. വചനത്തിനു വേണ്ടിയുള്ള ദാഹം ലൗകിക ലാഭങ്ങളെക്കാൾ വലുതാണെന്ന് കാലേബിന്റെ നിശ്ചയദാർഢ്യം കാണിച്ചു തരുന്നു. ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങൾ ആത്മാവിനെ തൃപ്തിപ്പെടുത്തില്ലെന്ന് നാം തിരിച്ചറിയണം. ആത്യന്തികമായ സമാധാനം ദൈവത്തിന്റെ പക്കൽ നിന്ന് മാത്രമാണെന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ലോകമല്ല, മറിച്ച് ദൈവത്തോടൊപ്പമുള്ള നിത്യജീവിതമാണെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജോഷുവ 18 മുതൽ 21 വരെയുള്ള
അധ്യായ ഭാഗങ്ങൾ. ഗീലോയിൽ സമാഗമ കൂടാരം സ്ഥാപിക്കുന്നത് ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള അവിടുത്തെ വസതിയെ സൂചിപ്പിക്കുന്നു. അഭയ നഗരങ്ങളുടെ നിർമ്മാണം പാപികൾക്ക് ദൈവം നൽകുന്ന കരുണയുടെയും സുരക്ഷിതത്വത്തിന്റെയും അടയാളമാണ്. ലേവ്യർക്ക് ലഭിച്ച നഗരങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരുടെ പ്രത്യേക തെരഞ്ഞെടുപ്പിനെ വ്യക്തമാക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മിൽ വസിക്കുന്നതിന്റെ മുൻരൂപമായി സമാഗമ കൂടാരത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. സഭാപിതാക്കന്മാരുടെ ചിന്തയിൽ അഭയ നഗരങ്ങൾ സഭയുടെ കൂദാശകളിലൂടെ ലഭിക്കുന്ന രക്ഷയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ലോകത്തിന്റെ അശാന്തിയിൽ നിന്ന് ദൈവത്തിന്റെ കരുണയിലേക്ക് ഓടിയടുക്കുവാൻ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും ഈ തരുണത്തിൽ വിളിക്കുന്നു. യോശുവ 22 മുതൽ 24 വരെയുള്ള അധ്യായ ഭാഗങ്ങളുടെ വിചിന്തനം. തങ്ങളുടെ അവകാശം പ്രാപിച്ച ശേഷം ഗോത്രങ്ങൾ വിടവാങ്ങുന്നതും ജോഷുവയുടെ അവസാന സന്ദേശവുമാണ് ഇവിടെ നാം വായിച്ചു കാണുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന ജോഷുവയുടെ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാകണം. നിയമങ്ങൾ പാലിക്കുമെന്നും ഉടമ്പടി പുതുക്കുമെന്നും ജനം വാഗ്ദാനം ചെയ്യുന്നത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴം കൂട്ടുന്നു. ലോകം നൽകുന്ന വാഗ്ദാനങ്ങൾ വ്യർത്ഥമാണെന്നും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുമെന്നും ഇവിടെ വ്യക്തമായി കാണുന്നു. മരണാനന്തരമുള്ള ദൈവിക ദർശനത്തിനായി ഒരുങ്ങാൻ ജോഷുവയുടെ ഈ വിടവാങ്ങൽ പ്രസംഗം നമ്മെയും ഉത്തേജിപ്പിക്കട്ടെ. നിത്യജീവനിലേക്കുള്ള വാതിൽ തുറക്കാൻ ദൈവത്തോടുള്ള വിശ്വസ്തത അനിവാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള ദൈവത്തിനായുള്ള ദാഹം ഈ ലോകത്തിലെ വസ്തുക്കൾക്കോ സുഖഭോഗങ്ങൾക്കോ ശമിപ്പിക്കാൻ കഴിയില്ല. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത അനുഭവിച്ച ദൈവ സാന്നിധ്യം നമ്മുടെ ആത്മീയ ദാരിദ്ര്യത്തിന് മറുമരുന്നാണ്. ലോകത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ വചനം നൽകുന്ന ശാശ്വത സമാധാനം നമ്മുടെ ആത്മാവിനെ തീർച്ചയായും വിശുദ്ധീകരിക്കും. പഴയ നിയമത്തിലെ ശുദ്ധീകരണ കർമ്മങ്ങൾ പാപ സങ്കീർത്തനം അഥവാ കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മെ പിതാവായ ദൈവത്തോട് അടുപ്പിക്കുന്നു. മരുഭൂമിയിലെ മന്നയും വാഗ്ദാന ഭൂമിയിലെ ഫലങ്ങളും വിശുദ്ധ കുർബാന എന്ന സ്വർഗീയ ഭോജനത്തിന്റെ അടയാളങ്ങളാണ്. കൂദാശകളിലൂടെ ലഭിക്കുന്ന കൃപാവരം നമ്മുടെ ജീവിതയാത്രയെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ബലിപീഠത്തിലേക്ക് നാം പുതുക്കപ്പെട്ട ഹൃദയത്തോടെ കടന്നു ചെല്ലണം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വാഗ്ദാന ഭൂമിയിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ്. ഓരോ ദിവസത്തെയും ദൈവവചനം അന്ത്യവിധിക്കായി നമ്മെ ഒരുക്കുകയും ദൈവത്തിന്റെ മുഖാമുഖ ദർശനത്തിന് നമ്മെ യോഗ്യരാക്കുകയും ചെയ്യുന്നു. നിത്യജീവന്റെ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെ നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാം. ദൈവത്തോടൊപ്പമുള്ള ആനന്ദമാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തിരിച്ചറിയണം. ദൈവഹിതം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കത്തോലിക്ക സഭയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈബിൾ പതിപ്പ് POC പ്രസിദ്ധീകരണം ജോഷുവയുടെ പുസ്തകം മുഴുവനായും വായിക്കാൻ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരെയും പിതാവായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.